ശ്രീ സുജിത് ഭക്തനെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. അദ്ദേഹത്തിന് അറിയാത്ത അദ്ദേഹത്തിനെ കുറിച്ചൊരു കാര്യം. ഞാൻ ഈ ഇടയ്ക്ക് ജോലിയൊക്കെ ആയിരുന്നതുകൊണ്ട് യൂട്യൂബ്, ഫേസ്ബുക്ക് അടക്കമുള്ള കാര്യങ്ങളിൽ അങ്ങനെ ആക്റ്റീവ് ആകാൻ പറ്റിയിരുന്നില്ല. ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ടേ നമ്മുടെ ശുഭം ശർമ്മ നമുക്കൊരു പയ്യനുണ്ട്, ഒറീസക്കാരനാണ്, നോർത്ത് ഇന്ത്യയിലാണ്, അവനെ എഡിറ്റ് ചെയ്തത്. ഞാൻ ആദ്യം കൊടുത്ത മോഡൽസിലൊന്ന് ഈ നമ്മുടെ സുജിത് ഭക്തൻ ഒരാളുണ്ട്, പുള്ളിയെക്കുറിച്ച് ഇത് പഠിച്ചോളൂ, നമുക്ക് അതിൽ നിന്ന് എന്ത് പഠിക്കാൻ, നല്ല മോഡലാണ്. ഞാനിപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും കുറച്ച് ആക്റ്റീവായി തുടങ്ങി. ഞാൻ 2-3 വർഷങ്ങളായിട്ടേ യൂസ് ചെയ്യാതിട്ടിരിക്കുകയായിരുന്നു. കാര്യം സോഷ്യൽ മീഡിയയിലടക്കം പോസിറ്റീവ്ലി എൻഗേജ് ചെയ്യണം, ജനങ്ങളിലേക്ക് എത്തിക്കണം. നമ്മൾ ശരിയെന്ന് വിശ്വസിക്കുന്ന കോസ് അത് വേറൊരാൾക്ക് വേറൊന്നായിരിക്കാം, എനിക്ക് വേറൊന്നായിരിക്കാം, വേറൊരാൾക്ക് വേറൊന്നായിരിക്കാം. ഇത് ജനങ്ങളിലേക്ക് എത്തുകയും ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ രക്തധമനികൾ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസ് ആൻഡ് വെയിൻസ് സോഷ്യൽ മീഡിയയിൽ കൂടെ ആണ്, മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയാണ്. അതിലൂടെ പരമാവധി പോസിറ്റിവിറ്റി, നന്മ, ശരി, സത്യം ഇത് പ്രചരിപ്പിക്കുക. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പോളിസിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ജീവിതത്തിൽ വായിച്ച ഏറ്റവും അർത്ഥപൂർണ്ണമായ വരികളിലൊന്ന് പരിശുദ്ധ ഖുറാൻ 41:34. ഇത് തന്നെ റോമൻസിലും ബൈബിളിലും ഗാന്ധിജിയുടെ ലൈഫിലും ഒക്കെ പറയുന്നുണ്ട്. ആ വരി ഇങ്ങനെയാണ്: തിന്മയെ നിങ്ങൾക്ക് തിന്മ കൊണ്ട് എതിർക്കാൻ പറ്റില്ല, തിന്മയെ നന്മ കൊണ്ട് എതിർക്കാൻ പറ്റും. തെറ്റിനെ തെറ്റുകൊണ്ട് എതിർക്കാൻ പറ്റില്ല, ശരി കൊണ്ട് എതിർക്കാൻ പറ്റും. ഇരുട്ടിനെ കൂടുതൽ ഇരുട്ടുകൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല, വെളിച്ചം കൊണ്ടേ ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റി കൊണ്ട് നേരിടണം. ഖുറാൻ 41:34. ഇതാണ് ഗാന്ധിജിയുടെ ജീവിതം, ഇതാണ് പരിശുദ്ധ റോമൻസ് അല്ലെങ്കിൽ ബൈബിളിൽ പറയുന്നത്. നമ്മുടെ എല്ലാ പ്രവാചകന്മാരെയും എടുത്തു നോക്കിയാൽ അവർ പറയുന്നൊരു കോമൺ ത്രെഡ് എന്ന് പറഞ്ഞാൽ ലൈഫിൽ നെഗറ്റീവ്സ് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ആ നെഗറ്റീവിൽ നമ്മൾ തകർന്നു പോകരുത്, നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് നേരിടരുത്. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല, വെളിച്ചം കൊണ്ടേ ഇല്ലാതാക്കാൻ പറ്റൂ എന്ന റിയലൈസേഷൻ എനിക്ക് എൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ കൂടുതൽ ചെയ്യുന്നത്, സോ ദാറ്റ് ഐ ക്യാൻ സ്പ്രെഡ് ദിസ് മെസ്സേജ്. അതിന് മോഡലാക്കി എടുത്ത ആൾക്കാരിലൊന്ന് ശ്രീ സുജിത് ഭക്തൻ കൂടെയായിരുന്നു. അതുകൊണ്ട് താങ്ക് യു ഫോർ ദിസ് ഇൻവിറ്റേഷൻ. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രിവിലേജ്. ഇപ്പം നിങ്ങളും ഇപ്പം നിങ്ങളെപ്പോലെ വളരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന പല ആൾക്കാരുമാണ് യൂട്യൂബിലും ഉള്ളത്. സംസാരിക്കാൻ അറിയാമെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഫാക്ടറാണ്. സംസാരിക്കാൻ വെറുതെ അറിഞ്ഞാൽ പോരാ, കാര്യമായിട്ട് സംസാരിക്കുകയും വേണം. അല്ല ചുമ്മാ വിടുവായത്തരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളെപ്പോലുള്ള പല ആൾക്കാരും ചാനൽ ചർച്ചകളിലും മറ്റുമൊക്കെ വന്നിരുന്ന പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്, പല കോൺട്രിബ്യൂഷൻസും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള പല ആൾക്കാരും ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. നിങ്ങൾക്ക് അറിയാം, ശ്രീജിത്ത് പണിക്കർ അടക്കം യൂട്യൂബ് ചാനൽ തുടങ്ങി. അദ്ദേഹം ചാനൽ ചർച്ചകളിലും വരും, യൂട്യൂബ് ചാനലിലും നിൽക്കും. കാരണം എന്നാലേ ആൾക്കാർ മറന്നു വരുമല്ലോ, ചാനലിൽ നിന്നുള്ള ആൾക്കാർ മറന്നു വരുമല്ലോ. അതേപോലെ വേറെ പല ആളുകളും യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ യൂട്യൂബിൽ അവരുടെ പ്രസൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് കുറേ പോരായ്മകളുണ്ട്. വീഡിയോ ക്വാളിറ്റിക്ക് ഇമ്പ്രൂവ് ചെയ്യണം, നിങ്ങൾ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ഉള്ള ക്യാമറയും ലാപ്ടോപ്പും ഒക്കെ പോലീസ് പോയി. ഇനി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി ഒരു തമാശയും കൂടെ ഉണ്ട്. ഞാൻ ചെയ്തിരിക്കുന്ന പയ്യൻ, അവൻ ഹിന്ദിക്കാരനാണ്, മലയാളം അറിയാത്ത അവനാണ് ഇതെല്ലാവരും എഡിറ്റ് മറ്റും ചെയ്യുന്നത്. ഈ രണ്ട് എനിക്ക് അത് റോങ് ആണ്. ഓഫീസിൽ 10 hours എങ്കിലും വർക്ക് ചെയ്യേണ്ടതുകൊണ്ട് പിള്ളേർ 2 സമയം കിട്ടുന്നില്ല. ഇത് നിങ്ങൾ അതിന് വേണ്ടി ഒരു സിസ്റ്റം ആക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഞാൻ അതുകൊണ്ടാണ് ഈ ലാപ്ടോപ്പ് പൊക്കി വെച്ച് ചെയ്യേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ മറ്റേ സ്ക്രീനിലൊക്കെ വെച്ച് ചെയ്യണമെന്ന് ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ സമയം കിട്ടുന്നില്ല. ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ പ്രൊഫഷണലി കൊണ്ടുപോകണം. യു ഡോണ്ട് നീഡ് എ വിസിബിലിറ്റി, ബട്ട് യു ഹാവ് എ പ്ലാറ്റ്ഫോം ടു ഓപ്പൺ അപ്പ് യുവർ എക്സ്പ്രഷൻസ്. കുറച്ചുകൂടെ അപ്ഗ്രേഡ്. നിങ്ങൾ ടി വി ചാനലിൽ ഒരു ചർച്ചയിൽ പോയിരുന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഒബ്ജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുകയുള്ളൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാം അവർ കേട്ടോണ്ടിരിക്കില്ല. പക്ഷേ ഇൻ ദിസ് പോഡ്കാസ്റ്റ് ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ടു. ഞാൻ നിങ്ങളെ എതിർക്കാനല്ല ഇവിടെ പോഡ്കാസ്റ്റിൽ വിളിച്ചു വരുത്തിയത്. എൻ്റെ പോഡ്കാസ്റ്റിലെ എൻ്റെ രീതികളും അങ്ങനെയാണ്. കാരണം ഞാൻ ഒരാളെ വിളിച്ചിരുത്തി കീറി മുറിക്കാൻ വേണ്ടി വിളിക്കുന്നതല്ല, അല്ലെങ്കിൽ എനിക്ക് ആ ഉദ്ദേശവും ഇല്ല. ആർക്ക് എന്ത് പറയാനുണ്ടോ അത് ഇവിടെ വന്ന് പറയാം, സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാം. അതാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം ഇത് കഴിഞ്ഞ് ചോദിക്കാൻ ഉദ്ദേശമാണ് ഇതിലൊക്കെ എത്രയാണ്. അത്യാവശ്യം കാശുണ്ട്. 4 പേര് വരെ ഇരുന്ന് പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ മൈക്കിന് തന്നെ 11,000 rupees വിലയുണ്ട് ഒരു മൈക്കിന്. പിന്നെ ഈ സ്റ്റാൻഡിന് ഇതിന് വിലയുണ്ട്. സ്റ്റാൻഡും കേബിളും കൂടെ അത്രയും വിലയുണ്ട്. പിന്നെ മൊത്തത്തിൽ എനിക്ക് ഒന്ന് 2-2.5 ലക്ഷം രൂപയുടെ സാധനം ഇവിടെ ഉണ്ട്. ഇത്ര ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും നല്ലൊരു ഫോണും ഒരു മൈക്കും ഉണ്ടെങ്കിൽ നല്ലൊരു ലൈറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡു ഇറ്റ്. തീർച്ചയായിട്ടും പ്ലാൻ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ അഡ്വൈസ് എടുക്കുന്നതായിരിക്കും. എന്തായാലും ഇത്രയും നാളും നമ്മൾ ഇത് ആദ്യമായിട്ടല്ലേ നേരിട്ട് കാണുന്നത്. കുറെ വർഷമായിട്ട് ഫോണിലൂടെ സംസാരിക്കാറുണ്ട്. ഞാനൊന്ന് പോഡ്കാസ്റ്റിന് വിളിച്ചപ്പോൾ അതിന്റെ അടുത്ത ആഴ്ചയാണ് പുള്ളി അകത്ത് പോയത്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ പറയാൻ പറ്റുമോ. ഞാൻ ക്യാമറ ഓൺ ചെയ്യുന്നതിനും പറഞ്ഞു, ഞാൻ ഫിൻലാൻഡിൽ ഇടയ്ക്ക് പോയപ്പോൾ താങ്കൾ എനിക്ക് തോന്നുന്നു ആഫ്രിക്ക ഏതോ ഒരു മറ്റേ നടന്ന് വോക്ക് ആ പരിപാടി കണ്ടു. ഞാനപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നി. അങ്ങനെയാണെങ്കിൽ ഈ പലപ്പോഴും ഇരുന്ന് ചെയ്യുന്നതിന്റെ ഒരു വിരസതയും മാറ്റാം. അങ്ങനെ ഞാൻ ഫിൻലാൻഡിൽ നിന്ന് 2-3 കാര്യങ്ങൾ നടന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വോക്ക് ടോക്സ് അല്ലേ, വോക്ക് ടോക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആണ്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളും ഇത് ഈ കാര്യത്തിൽ ഞാൻ ശൈശവ ദിശയിലാണ്. അപ്പം അതൊന്ന് വെച്ച് പഠിക്കാം.
അതോടൊപ്പം ഈ കോസുകളും ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ അത് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓഫ് കോഴ്സ്. എന്തായാലും ആദ്യമായിട്ട് ആണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത്. കുറേ വർഷമായിട്ട് ഞങ്ങളിങ്ങനെ ഫോണിലൂടെയുള്ള സംഭാഷണങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ഞാൻ പോഡ്കാസ്റ്റിന് വിളിച്ച മെസ്സേജ് അയച്ചു കഴിഞ്ഞ് നിങ്ങൾ അകത്തായപ്പോൾ ഞാൻ പറയും ശ്വേതനുണ്ട് എടി ശ്വേത പോലീസുകാർ ഫോണൊക്കെ നോക്കുമ്പോഴത്തേക്കിട്ട് എൻ്റെ മെസ്സേജൊക്കെ കാണും അങ്ങനെ പറയുമായിരുന്നു. എന്തായാലും നിങ്ങളുടെ മെൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു ആശയമായിട്ടുള്ള ആ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും. കാരണം അത് എല്ലാ പുരുഷന്മാർക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ചാറ്റ്. താങ്ക് യു. താങ്ക് യു.